ശരിക്കും ബെസ്റ്റ് ടൈം ഫോർ ഗെറ്റിംഗ് പ്രഗ്നന്റ് എപ്പോഴാണ്? അല്ലെങ്കിൽ അല്ല, ചില ആൾക്കാർക്ക് ഹോർമോൺസിന്റെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം അവര് എപ്പോഴും, ഞാനത് പറയുന്നുണ്ട്, ഞാനൊരു ഡോക്ടർ അല്ല സംസാരിക്കുക, അത് അവർക്ക് ഇപ്പം ഉണ്ടാകാത്ത ഇപ്പം പ്രഗ്നൻസി ആവാത്ത ആളുകൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു കൊടുക്കും, അവർക്ക് ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കും. ആ ടൈം വേരിയൻ്റ് വെച്ച് ഇവർ പോയി കഴിഞ്ഞാൽ അതിനുള്ള മെഡിസിനും കൊടുക്കും. ആ മെഡിസിനും അവരുടെ രീതികളും എങ്ങനെയൊക്കെയാണ് വേണ്ടിയെന്നുള്ളത് ഡോക്ടർ പറയും. അതനുസരിച്ച് പോകുമ്പോൾ കറക്റ്റായിട്ട് അവർക്ക് വിശ്വാസിയാണോ? ആവശ്യത്തിന്, അനാവശ്യത്തിനല്ല, ആവശ്യത്തിന്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവത്തില് മെഡിക്കൽ അസിസ്റ്റൻസ് ആണോ നേടേണ്ടത്, അതോ ഈ പറയുന്ന പോലെ നമ്മൾ അമ്പലങ്ങൾ കയറി ഇറങ്ങി അല്ലെങ്കിൽ പല പൂജാരിമാരെ കണ്ട് ഓരോ ഇതിൽ വല്ല കാര്യമുണ്ടോ? താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. പകുതി മെഡിസിൻ, പകുതി നമ്മുടെ മനസ്സ്, പിന്നെ ബാക്കിയുള്ളത് ദൈവം, പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ കുടുംബം, എല്ലാം ഇതിനകത്തിൽ ഉൾപ്പെടുന്ന സംഭവമാണ്. പിന്നെ ഈ സെക്സ് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എയ്ഡ്സ് എന്നുള്ള സംഭവമാണ്. പിന്നെ നല്ല STDs ഒരുപാടുണ്ട്. അതിൻ്റെ ഒരു എങ്ങനെയാണ് അത് കെയർ ചെയ്യുക, അല്ലെങ്കിൽ അത് വരാതെ എങ്ങനെയാണ് നമുക്ക് നോക്കാൻ പറ്റുക? കൂടുതലും നമ്മൾ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് റിലേഷന് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പോകുന്ന ആൾക്കാർ മാക്സിമം കോണ്ടം യൂസ് ചെയ്യുക, പിന്നെ ഈ ലിപ് ലോക്ക് താഴെയൊക്കെ സക്ക് ചെയ്യുന്നല്ലേ. നമുക്ക് സേഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതൊന്നും. അപ്പൊ അതിനെ എനിക്ക് ഒപ്പീനിയൻ പറയാൻ പറ്റില്ല. പോവാതിരിക്കുക എന്നുള്ളതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പോവാതിരിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലവരുടെ ആഗ്രഹം അതായിരിക്കുമല്ലോ. അത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളിടത്ത് പോയിട്ട് നമ്മൾ പണി വാങ്ങിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ ആ ഓപ്പോസിറ്റ് പാർട്ണറെ വിശ്വസിക്കണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരുപാട് സ്പാ സെന്റർ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ എന്ത് സേഫ്റ്റിയാ ഉള്ളത്? എത്ര ആൾക്കാർ വരുന്നതായിരിക്കും ഒരു ദിവസം? നമുക്ക് വികാരം ഉണ്ട്, പക്ഷെ അത് അടക്കാൻ നമുക്കറിയണം. ഈ വികാരത്തെ അടക്കാതെ നമ്മൾ ഭ്രാന്ത് പിടിച്ച് പോയി കയറിയിട്ട് അസുഖം പിടിച്ച് വന്ന് നമ്മുടെ ലൈഫേ തൊലഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത്. വേണം ആവശ്യത്തിന്. ഒരുപാടായി കഴിഞ്ഞാൽ